നമസ്കാരം. ചലച്ചിത്ര വിശേഷങ്ങളുമായി എത്തുന്ന ഫ്രെയിംസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ACV പ്രേക്ഷകർക്കും സ്വാഗതം. കാലഘട്ടത്തിന്റെ കഥയുമായി എത്തുന്ന ഓലപ്പീപ്പി എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളോടുകൂടി ഇന്നത്തെ ഫ്രെയിംസ് ആരംഭിക്കാം. പ്രശസ്ത ക്യാമറമാൻ ക്രഷ് കൈമൾ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഓലപ്പീപ്പി. വൈബ്സ് ഓൺ മൂവീസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ പൂജ എറണാകുളം IMA ഹാളിൽ വെച്ച് നടന്നു. നിലവിളക്കിലെ ആദ്യ തിരി തെളിയിച്ച് നടൻ മമ്മൂട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ചടങ്ങിൽ ക്രഷ് കൈമൾ, സുനിൽ ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്തു. പ്രശസ്ത നാടക നടി 84 വയസ്സുകാരി പട്ടണക്കാട് പുന്നശ്ശേരി കാഞ്ചനയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. സംവിധായകനായ ക്രഷ് കൈമൾ തന്നെ ചിത്രത്തിന്റെ തിരക്കഥാരചനയും ക്യാമറയും കൈകാര്യം ചെയ്യുന്നു. സംഗീതം അനിൽ ജോൺസൺ. ഫ്രെയിംസിലിനി ജംന പ്യാരി എന്ന കുഞ്ചാക്കോ ബോബൻ ചിത്രത്തിന്റെ വിശേഷങ്ങളാണ്. തോമസ് സെബാസ്റ്റ്യനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. സുരാജ് വെഞ്ഞാർമൂട് ചിത്രത്തിൽ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. Listen to the fat bass, say. RJ ക്രിയേഷൻസിന്റെ ബാനറിൽ ജേസൺ എലങ്കുളമാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. സമൂഹത്തിന് നന്മ മാത്രം സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ലവനായ ഒരു യുവാവിന്റെ കഥയാണ് ജംന പ്യാരി. ഈ ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഹരിനാരായണനാണ്. അനീഷ് ലാലാണ് ഛായാഗ്രഹകൻ. എഡിറ്റിംഗ് V സാജൻ. ജമുന പ്യാരി എന്നുള്ള ഈ സിനിമയിൽ ഞാൻ വളരെ വ്യത്യസ്തമായൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അതായത് ഒരു കോഴിക്കോട്ടുകാരനായ ഞാൻ ഒരു കോഴിക്കോട്ടുകാരനായിട്ട് തന്നെയാണ് ഇതിൽ അഭിനയിക്കുന്നത്. പ്രകാശേട്ടൻ എന്ന് എല്ലാവരും വിളിക്കുന്ന ഒരു സ്റ്റുഡിയോ നടത്തുന്ന നായകൻ്റെ അച്ഛൻ്റെ സുഹൃത്തായ, എന്നാൽ
നായകനെയും സ്വന്തം സുഹൃത്തിനെ പോലെ കരുതുന്ന തനി കോഴിക്കോട്ടുകാരനായ ഒരു പ്രകാശേട്ടൻ. ഒരുപാട് സിനിമകളിൽ പല വ്യത്യസ്ത ക്യാരക്ടേഴ്സിനും ചെയ്തെങ്കിലും എൻ്റെ നാടിൻ്റെ ഒരു മർമ്മമറിയുന്ന, അതിൻ്റെ ഭാഷ പ്രയോഗിക്കുന്ന, തനി കോഴിക്കോട്ടുകാരനായി കോഴിക്കോടൻ സ്ലാങ് സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ പടത്തിൽ. ഹലോ എവ്രി വൺ, ഞാൻ ഗായത്രി ആർ സുരേഷ്. ഇപ്പോൾ ഞാൻ ജംന പ്യാരി എന്ന മൂവിയുടെ സെറ്റിലാണ് നിൽക്കുന്നത്, ലൊക്കേഷനിൽ നിൽക്കുകയാണ്. മിസ് കേരള 2014 എന്ന് പറഞ്ഞ പാജൻറ്റിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞിട്ട് തുടർന്ന് മിസ് സൗത്ത് ഇന്ത്യ, അതുപോലെ തന്നെ മിസ് ക്വീൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ 3 പാജൻസിൽ എനിക്ക് പങ്കെടുക്കാനുള്ള ഭാഗ്യം കിട്ടി. അപ്പോഴൊക്കെ അതിലൊക്കെ പങ്കെടുക്കുമ്പോഴും സിനിമ എന്നുള്ളൊരു സിനിമ ആയിരുന്നു എൻ്റെ എയിം, അൾട്ടിമേറ്റ് എയിം സിനിമയായിരുന്നു. കാരണം ആക്ടിങ് ഇസ് ഓൾവേസ് മൈ പാഷൻ. ആൻഡ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എൻ്റെ ഫോട്ടോസ് കണ്ടു, ചാക്കോച്ചൻ കണ്ടു. അങ്ങനെയാണ് എനിക്ക് ഈ മൂവിയിലേക്ക് ഇൻവിറ്റേഷൻ വരുന്നത്. ആൻഡ് ഇറ്റ്സ് എ വണ്ടർഫുൾ മൂവി. കാരണം എല്ലാം കൂടിയുള്ളൊരു മിക്സ്ചറാണ്. റൊമാൻസ്, കോമഡി, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ, നമ്മുടെ ഓർഡിനറി പീപ്പിൾ, നമ്മുടെ ചുറ്റും ഇങ്ങനത്തെ ആൾക്കാർ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിത് കണ്ടാൽ നമുക്ക് തോന്നും. അതാണ് ഈ സിനിമയുടെ പ്രത്യേകത. വടക്കാഞ്ചേരി ഗ്രാമത്തിലെ സർവ്വസമ്മതനായ ചെറുപ്പക്കാരനാണ് വാസൂട്ടൻ. നല്ലൊരു ഓട്ടോറിക്ഷ ഡ്രൈവറും കൂടിയാണ് അയാൾ. വാസൂട്ടന്റെ സന്തത സഹചാരിയാണ് PK സാബു. വാസൂട്ടൻ നാട്ടിലെ സകല ഏടാകൂടങ്ങളിലും ചെന്ന് ചാടും, പുറകെ സാബുവും. നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് വാസൂട്ടൻ ഇതൊക്കെ ചെയ്യുന്നതെങ്കിലും പലപ്പോഴും ഇതെല്ലാം അവന് വിനയായി മാറാറുണ്ട്. ഈ സാഹചര്യത്തിലാണ് അവന്റെ ഓട്ടോയിൽ കയറിയ MBA സ്റ്റുഡന്റായ പാർവതി എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. ഇതുമൂലമുണ്ടാകുന്ന സംഭവങ്ങളാണ് ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം. വാസൂട്ടനായി കുഞ്ചാക്കോ ബോബനും PK സാബുവായി സുരാജും വേഷമിടുന്നു. ഗായത്രി സുരേഷാണ് ഈ ചിത്രത്തിലെ നായിക. ഇവർക്ക് പുറമെ മണിയൻപിള്ള രാജു, മുരളി ഗോപി, ജോയ് മാത്യു, രഞ്ജി പണിക്കർ, നീരജ് മാധവ്, സുധീർ കരമന, ക്ലിന്റൺ തുടങ്ങിയവരും വേഷമിടുന്നു.
സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ഗോപി സുന്ദർ ഈണം നൽകുന്നു. മധുര നാരങ്ങയും ചിറകൊടിഞ്ഞ കിനാവുകളും പൂർത്തിയാക്കിയാണ് കുഞ്ചാക്കോ ഈ ചിത്രത്തിൽ എത്തുന്നത്. തൃശൂർ ഭാഷയാണ് കുഞ്ചാക്കോ ഇതിൽ കൈകാര്യം ചെയ്യുന്നത്. ജമുനാപ്യാര് എന്നുള്ള സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ ആദ്യം ചോദിക്കുക എന്താ ജമുനാപ്യാര് എന്നാണ്. അതിൻ്റെ ഉത്തരമാണ് ഈ സിനിമ എന്ന് പറഞ്ഞാൽ. വാസൂട്ടൻ എന്ന് പറയുന്നൊരു ഓട്ടോ ഡ്രൈവർ, നാട്ടുകാർക്കെല്ലാം ഉപകാരം ചെയ്ത് എന്തിനും എടുത്തു ചാടുന്ന വാസൂട്ടൻ എന്നൊരു ഓട്ടോ ഡ്രൈവർ, എന്ത് കാര്യത്തിനും എടുത്തു ചാടാൻ ഭയങ്കര മടിയുള്ള പാർവതി എന്നൊരു നായിക, ഇവർ തമ്മിലുള്ള പ്രണയത്തിൻ്റെ സ്നേഹത്തിൻ്റെ കഥയാണ് ജമുനാപ്യാര്. ഫിലിം മേക്കിംഗ് ഒരു ടീം വർക്കാണ്. നിങ്ങൾ ആ സെറ്റ് നോക്കിയാൽ കാണാം. അതിൻ്റെ ടീം വർക്കിൻ്റെ ഒരു സിനർജി എന്ന് പറയുന്നത് എല്ലാവരും ഒരു കോർത്തിണക്കി ഒരു ടീം പോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രെയിംസിൽ ഇനി പുതിയ ചിത്രങ്ങളുടെ വിശേഷങ്ങളുമായി ന്യൂ റിലീസസ്. ലിജോ ജോസ് പല്ലിശ്ശേരി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ഡബിൾ ബാരൽ. ആമേൻ മൂവി മൊനാസ്റ്ററിയുടെ ബാനറിൽ ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പൃഥ്വിരാജ്, സന്തോഷ് ശിവൻ, ഷാജി, ലിജോ ജോസ് എന്നിവർ ചേർന്നാണ്. ഫ്രെയിംസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി ഫ്രെയിംസിനെ അടുത്ത ആഴ്ച. Till then, you people take care and bye from Sri Lakshmi.